കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിലെ ക്രൈസ്തവ കുടുംബത്തെ മതനിന്ദയെ തുടർന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചു. മുസ്ലിം അഭയാർത്ഥി കത്തോലിക്ക വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ക്രൈസ്തവരോട് സ്വദേശത്തേക്ക് മടങ്ങി വരണമെന്ന് ഇറാഖ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ച തുർക്കിയിലെ ദേവാലയങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു ശേഷം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ കുറിച്ചുള്ള ആദ്യ AI ഹ്രസ്വചിത്രം പ്രദർശനത്തിന്. വാർത്തകൾ വിശദമായി. മതനിന്ദ കുറ്റത്തിന്റെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും അധികമായി പീഡിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായി ഒരു സന്തോഷ വാർത്ത. മതനിന്ദയുടെ പേരിൽ ആക്രമണത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ കുടുംബത്തെ പ്രാദേശിക നേതൃത്വവും ഇസ്ലാം മത നേതൃത്വവും ചേർന്ന് രക്ഷിച്ചു. ഖുറാനെ അപമാനിച്ചു എന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ കറാച്ചിയിലെ ഖാൽദിയ നഗരത്തിലെ ഒരു ക്രൈസ്തവ കുടുംബത്തെ ആക്രമിക്കാൻ പദ്ധതികൾ നടത്തി വരുമ്പോഴായിരുന്നു സംയോജിതമായ ഇടപെടൽ ഉണ്ടായതും അങ്ങനെ കുടുംബം ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതും. വിവേകപൂർവമായ ഈ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ കുടുംബത്തിന്റെ സ്ഥിതി അതിദയനീയമാകുമായിരുന്നു. ക്രൈസ്തവ കുടുംബത്തെ രക്ഷിക്കാൻ മുസ്ലിം മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നിട്ടിറങ്ങിയതിനെ പാകിസ്ഥാനിലെ കത്തോലിക്ക സഭ സ്വാഗതം ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള മതനിന്ദ ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം പാകിസ്ഥാനിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് സ്ഥിര സംഭവമാണ്. അതിനാൽ ഇപ്പോൾ ആദ്യമായി മാറ്റം വന്നിരിക്കുകയാണ്. ജർമ്മനിയിൽ അഭയാർത്ഥിയായി എത്തിച്ചേർന്ന മുസ്ലിം മതവിശ്വാസി കത്തോലിക്ക പുരോഹിതനായി കഴിഞ്ഞ ദിവസം അഭിഷേകം ചെയ്യപ്പെട്ടു. ബോസ്നിയയും ഹെർസോഗോവിനയും തമ്മിലുള്ള യുദ്ധകാലത്താണ് ഈ യുവാവ് അഭയാർത്ഥിയായി ജർമ്മനിയിൽ എത്തിയത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പ്രായപൂർത്തിയായ സമയത്ത് തന്നെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചിരുന്നു. 41-കാരനായ സെനാഡ് മാർക്ജവിക് ആണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബെർലിൻ ആർച്ച് ബിഷപ്പ് ഹെയ്നർ കോച്ചിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി സെന്റ് ഹെഡ്വിഗ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടയിൽ അഭിഷിക്തനായത്. 1984 മുൻ യുഗോസ്ലോവിയയിൽ ജനിച്ച നവവൈദികൻ തന്റെ 23-ാം വയസ്സിലാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷനായത്. ആ വഴി ഇപ്പോൾ അദ്ദേഹത്തെ ഒരു കത്തോലിക്ക പുരോഹിതനാക്കി മാറ്റുകയായിരുന്നു. വിദേശങ്ങളിൽ താമസിക്കുന്ന ഇറാഖിലെ ക്രൈസ്തവർ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇറാഖി പ്രധാനമന്ത്രി അലി ഫാലിഖ് അലി സെയ്ദി ആഹ്വാനം ചെയ്തു. കൽദായ പാത്രിയാർക്ക് പോൾ മൂന്നാമൻ നോനയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തിരികെ വരുന്ന ക്രൈസ്തവർക്ക് സർക്കാർ തലത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇറാഖ് സമൂഹത്തിന് ക്രൈസ്തവർ നൽകിയ സംഭാവനകളെയും അദ്ദേഹം നന്ദിയോടെ അനുസ്മരിച്ചു. മെക്സിക്കോയിൽ 2017 ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ച പുരാതന ദേവാലയങ്ങൾ 9 വർഷങ്ങൾക്ക് ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. സെന്റ് ജോൺ ഓഫ് ഗോഡ്, ഹോളി ട്രൂ ക്രോസ് ചർച്ച് എന്നീ ദേവാലയങ്ങളാണ് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ജൂലൈ 8 ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും ദേവാലയ കൂദാശയും നടന്നു. വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ കുറിച്ചുള്ള ആദ്യ AI ചിത്രമായ കോൺഫിഡോ പ്രദർശനത്തിന്. യൂട്യൂബിലൂടെയാണ് ചിത്രത്തിന്റെ പ്രദർശനം. നാളെ മുതൽ ഈ ചിത്രം കാണാനാവും. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിലെ കത്തോലിക്ക പുരോഹിതനായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.